ഉമാ തോമസ് MLA കഴിഞ്ഞ ദിവസമാണ് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഒരു തട്ടിക്കൂട്ട് പരിപാടിക്കിടയിൽ താഴെ വീണ് പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ്. ഈ തട്ടിക്കൂട്ട് പരിപാടി എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് ആ വീഴ്ച കാണുമ്പോൾ അറിയാം. ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുന്ന ഒരിടത്ത് ഒരു MLA അല്ലെങ്കിൽ വിശിഷ്ട അതിഥികളെല്ലാം വന്ന് ഇരിക്കേണ്ട സ്ഥലം, ആ സ്ഥലത്തിൽ അവർ ചെയ്തിരിക്കുന്നത് തൂണ് പോലെയുള്ള മറ്റേ നമുക്കറിയാം പരിപാടിക്കിടയിലൊക്കെ നമ്മൾ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി വെക്കുന്ന വേലി പോലുള്ളൊരു കമ്പി അല്ലാതെ സാറ് നമുക്കെല്ലാം കയ്യിലെടുത്തുകൊണ്ട് കൊണ്ട് വെക്കാവുന്നേ ഉള്ളൂ. അതിലൊരു റിബൺ കെട്ടിയിട്ട്, അതും ഇങ്ങനെ അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ അവിടുന്ന് വീണാൽ താഴേക്കാണ് പോകുന്നത് എന്നറിയാം. അപ്പൊ അവിടെ റിബൺ കെട്ടി ആ അറ്റത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു സ്റ്റേഡിയത്തിൽ ഇതിൽ ഇത്രയും വലിയൊരു ഗിന്നസ് റെക്കോർഡ് എന്നുള്ള ഒരു പരിപാടി, അതാണ് ഞാൻ തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറഞ്ഞത്. അങ്ങനെ കൊടുത്താണ് വിശിഷ്ട അതിഥികളെ വിളിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു MLA അവിടുന്ന് സ്ലിപ്പാകാൻ നേരത്ത് അവിടെ അതൊരു കമ്പി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ടിയുള്ള സാധനമായിരിക്കാം എന്ന് പറഞ്ഞായിരിക്കാം പിടിച്ചത്. പക്ഷെ താഴേക്ക് വീഴുകയായിരുന്നു. ആ അറ്റത്ത് എന്ന് വെച്ചാൽ ഒരാള് ഇരിക്കുന്നതിന്റെ അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു കുറച്ച് വ്യത്യാസത്തിൽ അത് വെച്ചിരിക്കുന്നത്, ആ കസേര ഇട്ടിരിക്കുന്നത് തന്നെ ആ ഗ്യാലറിയിൽ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പരിക്കുകൾ പറ്റും, അത് ആർക്കാണെങ്കിലും. അതുപോലെയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞ തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയുന്നത്. ഒരു ഇതുമില്ലാതെ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുടെ പേര് വെച്ചിട്ട് അവിടെ കാണിച്ചു കൂട്ടിയത്, ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ ഇത്രയും വലിയൊരു അപകടം നടന്നത്. എന്തായാലും ഈ പരിപാടിയെ കുറിച്ച് ഇപ്പോൾ നല്ല രീതിയിലല്ല വെളിയിൽ വരുന്ന വാർത്തകളൊന്നും. ഇത് ഒരു റെക്കോർഡിന് വേണ്ടി പലരിൽ നിന്ന് കോടികളോളം പൈസ പിരിച്ചതാണ് പറയുന്നത്. 350 രൂപയുടെ സാരിക്ക് 1900 രൂപ വരെ ഈടാക്കി എന്നാണ് പറയുന്നത്. അതും ഈ കേരളത്തിലാണ് ഇത് നടക്കുന്നത് ഓർത്തോണം. മലയാളികളെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് പറയുന്നത്. ആ ബുദ്ധി വെച്ചിട്ട് മലയാളി തന്നെ ആയിരിക്കാമല്ലോ കളിച്ചത്. അപ്പൊ 350 രൂപയുടെ സാരിക്ക് 1900, 1300, 1500 രൂപ വെച്ചാണ് ഒരാളത്ത് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ കോടികളുടെ ലാഭം അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ശേഷം ദിവ്യ ഉണ്ണിയെ പോലീസ് ചോദ്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും നടന്നില്ല. ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി. ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി. ഈ ദിവ്യ ഉണ്ണിയുടെ പേര് വെച്ചാണ് ഇവർ കേരളത്തിലുള്ള ഇത്രയും ആൾക്കാരെ വരുത്തിയതും ഇത്രയും ആൾക്കാരെ വെച്ച് ഇവര് പരിപാടി ക്രിയേറ്റ് ചെയ്തതും. ഈ ദിവ്യ ഉണ്ണി എന്നുള്ള പേര് കൊണ്ടും അതുപോലെ ലോക റെക്കോർഡ് കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ടും, ഇതിപ്പോ വേൾഡ് റെക്കോർഡ് ഇപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കടന്നാലും ദിവ്യ ഉണ്ണിയുടെ പേരാണ് മുന്നിലേക്ക് വരുന്നത് തന്നെ. അല്ലാതെ ഈ പോയിരുന്ന പാവം പിടിച്ച പിള്ളേര് അവിടെ പോയിട്ട് ഫുഡും കിട്ടാതെ, മുറിയുമില്ലാതെ, ബാത്റൂമിൽ പോലും സൗകര്യമില്ല പോകാൻ, അങ്ങനെയാണ് അവരവിടെ പരിപാടി അവതരിപ്പിച്ചത്. ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചാനലില്, ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലില് ഒരു നൃത്ത അധ്യാപിക ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഈ തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് നമുക്ക് ഈ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇത് മനുഷ്യരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പേരിൽ കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനി നടത്തിയ പൊറോട്ട് നാടകം. ഈ നാടകത്തിൽ കുറെ പേര് വീണു, അതാണ് സംഭവിച്ചത്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നൃത്താധ്യാപികയായ മയൂര സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ ശ്രീമതി സുരഭി M. നായർ ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ട ഒരാളാണ്. ഷമീർ എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുരഭി ഈ ഓഫീസിനെ സമീപിക്കുകയും മൃദംഗാവിഷനിൽ പരാതിപ്പെടുകയും ചെയ്തപ്പോൾ ഷമീർ CEO എന്ന് പരിചയപ്പെടുത്തിയ ആൾ സംസാരിച്ചു സുരഭിയോട്. ആ ഓഡിയോ സംഭാഷണത്തിലേക്ക്, ന്യൂസ് 18 പുറത്തുവിടുന്ന ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്ന് പോകാം. ഹലോ സുരഭി, അതെ. ഞാൻ മൃദംഗാവിഷന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ CEO ആണ് കമ്പനിയുടെ. പിന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ എന്തോ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട് എന്തായിരുന്നു ഒന്ന് പറയാവോ? പേയ്മെന്റ് മാറും, 2900 അല്ല 3500 ആകും എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കയറ്റിയത്. കവിത ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു, കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം, പേയ്മെന്റ് തിരിച്ചിപ്പം തന്നെ തരണം, കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ അറിയിച്ചു. അപ്പോൾ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മെസ്സേജസിനൊന്നും. അപ്പോൾ അവരൊക്കെ കൂടി ഇപ്പോൾ എന്നെ ഒരുമാതിരി ഞാനൊരുമാതിരി എന്തോ അവരെ ചീറ്റിയത് കണക്കായി. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ തുടരാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല. അത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയുന്നതിനകത്ത് അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ
രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഈ കോടതി കേസ് പറഞ്ഞിട്ട് എന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ്. കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു, അക്സെപ്റ്റ് ചെയ്തിട്ട ആ ഒരു കാര്യം അവിടെയുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചറിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് കേസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. മൃദംഗാവിഷനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മൃദംഗാവിഷനാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ പൈസ അടച്ചിരിക്കുന്നത് മൃദംഗാവിഷന്റെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് നിഗോഷ്യന്റെയോ പറയുന്ന കവിതയുടെ അക്കൗണ്ടിലേക്കല്ലല്ലോ നിങ്ങൾ പൈസ അടച്ചത്. നിങ്ങളും കമ്പനിയുമായിട്ടുള്ള ആ ഡീലില് ആണ് ഈ കാര്യം നടന്നിരിക്കുന്നത്, അല്ലെ? കമ്പനിയെ അല്ലല്ലോ എന്നോട് സംസാരിച്ചത്, ഈ രണ്ട് വ്യക്തികളാണല്ലോ. അവരാണല്ലോ എന്നെ മിസ്ഗൈഡ് ചെയ്തത്, എന്നെ അതിലോട്ട് വലിച്ചിട്ടതും എന്റെ പേയ്മെന്റ് എടുത്തതിന് ശേഷം 3500 ആണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും കമ്പനി ഡയറക്റ്റ് അല്ലല്ലോ, ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചതും ഒക്കെ. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് ആണ് 32,000 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഇവന്റ് ആണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ എത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല, 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഞാൻ ഇൻഫോം ചെയ്തത്. സുരഭി എം നായർ ടെലിഫോൺ ലൈനുണ്ട്. സുരഭി, ഈ ഓഡിയോ സംഭാഷണം ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയായിരുന്നു. ഇത് വലിയൊരു തട്ടിപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വ്യാപകമായി 1 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പണം ഇവർ സ്വീകരിച്ചിരുന്നുവെന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പണം തിരികെ നൽകില്ല എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ നടത്തിയിരുന്നുവെന്നുമല്ലേ മനസ്സിലാക്കേണ്ടത്. സുരഭിയുടെ അനുഭവം എന്തായിരുന്നു? അതെ, ഇവര് ആക്ച്വലി മെയിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി ഒക്കെ ആയപ്പോ, ഫെബ്രുവരി തുടക്കത്തിൽ ഞങ്ങളെ പോലുള്ള കുറച്ച് പേരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു. ഉടനെ തന്നെ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പോവും, ഐറ്റം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പൈസ പെട്ടെന്ന് അടയ്ക്കുന്നത്. എന്നിട്ട് ഈ പരിപാടി നടക്കുന്നത് ഡിസംബറിലാണ്. അവർ മാറ്റി വെച്ചിട്ട് അപ്പൊ ഈ കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുള്ളായിരുന്നു. ഇപ്പൊ പരിചയമുള്ള ഒരു അധ്യാപിക പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ വിശ്വാസം വെച്ചിട്ടാണ് ഇതിലോട്ട് വേഗം പൈസ അങ്ങ് അടച്ചത്. കുട്ടികളുടെ ആദ്യ ഗഡുവാണ് അടച്ചത്. പിന്നെയാണ് തിരിച്ച് ഉടനെ 2 ദിവസത്തിനകം തന്നെ മറ്റൊരു അധ്യാപിക പറഞ്ഞറിഞ്ഞു, എന്നോട് പറഞ്ഞത് ആദ്യം 2,900 അതിന്റെ കൂടെ ടാക്സ് ഉണ്ടെന്ന്. അത് ഞാൻ നിഗോഷ്യനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അത് നിങ്ങൾക്ക് അറിയത്തില്ലേ ടാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ സർട്ടിഫിക്കറ്റിന് ഇനി വേറെ പൈസ നിങ്ങൾ വാങ്ങിക്കോ, എപ്പോഴും ഇങ്ങനെ പൈസ മാറ്റി പറയാൻ എനിക്ക് പാരന്റ്സിനോട് പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഇതിന് താല്പര്യമില്ല, ഞാൻ ഇപ്പൊ ഇന്നലെയല്ലേ പൈസ അടച്ചിട്ടുള്ളൂ, പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് പിന്നെ അവർ എന്റെ കോളോ മെസ്സേജോ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ എന്നെ ഇതിലോട്ട് ചേർത്ത് നിർത്താൻ അധ്യാപിക പോലും എന്നെ പരിചയമില്ലാത്ത കണക്ക് ഒരു ഭാവവും ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. അവസാനം ഇവര് 2ാമത്തെ ഗഡു അടയ്ക്കാനായി വീണ്ടും പ്രഷർ തരുമ്പോഴാണ് ഞാൻ ഇവരോട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പറയല്ലേ പൈസ തിരിച്ചു തരുമെന്ന്, ഇത് ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ CEO എന്നെ വിളിക്കുന്നത്. ആ ഒരു വേർഡ് ലീഗലി മൂവ് ചെയ്യുന്ന ഒരു ടേം കേട്ടപ്പോൾ ഉടനെയാണ് CEO വിളിച്ചത്. ആ സെക്കൻഡ് വിളിച്ചു. എന്നിട്ടാണ് ആ സംഭാഷണം നിങ്ങൾ കേട്ടല്ലോ, ഒരു പൈസ പോലും തരത്തില്ല, അത് ഞങ്ങളുടെ റൂൾസിലുള്ളതാണ്, നിങ്ങൾ ഏത് കോടതി പോയാലും ഞങ്ങൾക്ക് വക്കീലുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഭീഷണിയുടെ സ്വരം മുഴക്കിയത്. ഈ CEO എന്ന് പറയുന്ന പുള്ളി ആദ്യം ആ ടീച്ചറോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതൊരു വലിയ ഇവന്റ് ആണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉള്ള ഒരു ഇതിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വലിയ ഇവന്റിലാണ് ഈ സുരക്ഷാ വീഴ്ച കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഇവന്റ് നടത്തി ഇത്രയും കള്ളത്തരം നടത്തി ഇത്രയും പൈസ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും വാങ്ങിച്ച് കോടികൾ സമ്പാദിച്ചു. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് കൊണ്ടാണ് ഈ കള്ളത്തരങ്ങളെല്ലാം വെളിയിൽ വന്നത്. ഇല്ലെങ്കിൽ ആരും വെളിയുമല്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി, പിന്നെ ദിവ്യ ഉണ്ണിയെ എടുത്ത് നോക്കി പിടിച്ചുകൊണ്ട് ഇനി ദിവ്യ ഉണ്ണിക്ക് പല പല അവാർഡുകളൊക്കെ കേരളത്തിൽ നിന്ന് കൊടുത്ത് ഒക്കെ ഇവിടത്തുള്ളായിരുന്നു. പക്ഷെ ദിവ്യ ഉണ്ണി നേരത്തെ ഫ്ലൈറ്റ് കയറി അങ്ങ് പോയി. ഇനിയിപ്പോൾ അമേരിക്കൻ പോലീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ പോലീസാണോ ഇനി ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു.
കഴിഞ്ഞ ദിവസം അതൊന്നും നടന്നില്ല. ഇതിനെക്കുറിച്ച് ഇതേ ചർച്ചയിൽ തന്നെ ഉള്ള കുറച്ച് ഭാഗങ്ങൾ കൂടെ കേൾക്കാം. ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ സുരഭിയുടെ അനുഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക ഡാൻസ് ടീച്ചേഴ്സിനെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എത്ര വേഗമാണ് ഈ തട്ടിപ്പ് ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനായതല്ലേ? ഇതിപ്പോ സുരഭിയെ പോലെ ഉള്ളവർ ഇത് സധൈര്യം വന്ന് പറയുന്നു. ഇതിനകത്ത് എനിക്കറിയാൻ കിട്ടിയ ചില ടീച്ചേഴ്സ് കുട്ടികളെ പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ പൈസ വാങ്ങിച്ചതായിട്ടും ഇതിനകത്തുണ്ട് കേട്ടോ. അവരൊന്നും ഇത് പുറത്ത് വരത്തില്ല. കാരണം ഇതിനകത്ത് ഡാൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് പറയുന്നതിൽ ഒരു മടിയില്ല. ഈ 12,500 പേരും ഡാൻസ് പഠിച്ചതാണെന്നോ അല്ലെങ്കിൽ ഭരതനാട്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ അറിയാത്തവർ തന്നെയാണ് അതിനകത്തുള്ള പകുതി പേരും. സുരഭിയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഓതന്റിക് ആയിട്ട് പഠിച്ചിട്ടുള്ളവരാണെന്ന് എന്റെ തോന്നല്. കുട്ടിക്കാലം മുതലായിട്ട് വേണ്ടത് പഠിച്ചിട്ടുള്ളതാണ്. അവർ വലിയൊരു സ്കൂൾ നടത്തുന്നുണ്ട്, പല പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരക്കാർക്ക് ഇതൊരു വലിയ വിഷമമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മലയാളത്തിലൊരു ഇത് പറയുന്നുണ്ട്, മുഞ്ചിറ എന്ന് പറയുമ്പോൾ ആന മുമ്പോട്ടെന്ന് പറയും. അതായത് അവിടെ കരിമ്പാണ് എന്ന് പറഞ്ഞ പോലെ മലയാളി ഇത്തരം എന്ത് കേട്ടാലും ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കാതെ ചാടി അങ്ങ് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മൾ ഇത് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷെ എനിക്കിതിനകത്ത് ഏറ്റവും വേദന തോന്നിയത് ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രി അമേരിക്കയിലേക്ക് പോയി. ആ MLA ഒന്ന് പോയി ആശുപത്രിയിൽ പോയി ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുക. അതൊക്കെയല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് ചെയ്യാതെ അവർ ഇവിടുന്ന് പോയി. ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. എവിടത്തെ അമേരിക്കൻ പോലീസ് ചോദ്യം ചെയ്യുമോ എനിക്കറിയില്ല, എപ്പോ ചോദ്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ കുറെ കളികളുണ്ട് എന്ന് തന്നെയാണ്. നോക്കൂ, പലരും ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മൾ നോക്കുന്ന ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് വരെയും വന്നവർക്ക് അക്കോമഡേഷൻ ഇല്ല, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അവർക്ക് ഒരു കുപ്പി മിനറൽ വാട്ടർ പോലും ഇത്രയും രൂപ മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിനുപരി കഴിക്കുന്ന കുട്ടികളുടെ ഇടയിൽ അവരവർ കൊണ്ടുവന്ന പെട്ടികൾ വെച്ചിരിക്കുകയാണ്. അത് ചില ചാനലുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു. അതുപോലെ അവർക്കൊരു സ്ഥലമില്ല അല്ലെ? പെൺകുട്ടികളാണ്, അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യുക. അതായത് ഏതൊക്കെ രീതിയിൽ ഇതിൽ പൈസ വെട്ടിക്കാമോ അതിന് തെളിവില്ലേ. കസേരയുടെ മുകളിൽ ഒരു സ്റ്റേജ് കെട്ടുക, ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടി അങ്ങനെയല്ലേ ഉമാ തോമസ് മാഡം വീണത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്രൗഡിൽ ഇത്രയും പോലീസ് മതിയോ? അപ്പൊ അവിടെയും ലാഭിച്ചു, നിസ്സാര പോലീസുകാരെ കൊണ്ടുവച്ചു, ഒരു ഡോക്ടറില്ല. പക്ഷേ ആ മാഡം വീണപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് മൈക്കിൽ കൂടെ ചോദിച്ചിട്ട് വന്നിട്ട് അവരെ സ്ട്രെച്ചറിൽ കയറ്റി. ഇത്രയും വലിയ ഇവന്റ് നടക്കുന്നിടത്ത് ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കസേരയാണ് VIP-കൾക്ക് വരെ ഇരിക്കാൻ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് തട്ടിക്കൂട്ട് പരിപാടിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എങ്ങനെയാണ് സ്വന്തമാക്കുക, ആ പേര് കുറച്ച് പേരെടുക്കുക, അതുപോലെ കുറച്ച് കാശ് അടിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പിടിച്ചെടുക്കുക എന്നുള്ളത്. അതും നടന്നു. പക്ഷേ ഇങ്ങനെ അപകടം വന്നതിൽ നമ്മൾ ഒരിക്കലും ഇത് പറയാൻ പാടില്ല. അങ്ങനെ പറയുമല്ല. ഇങ്ങനൊരു അപകടം നടന്നുപോയി. ഇപ്പൊ നമുക്കത് നടന്നില്ല എന്ന് പറയാൻ പറ്റും, നടന്നുപോയി. ഇങ്ങനൊരു അപകടം നടന്നത് കൊണ്ടാണ്, അതും MLAക്ക് ഇങ്ങനൊരു അപകടം വന്നത് കൊണ്ടാണ്, ഇതെല്ലാം വെളിയിൽ വന്നത്. വേറൊരു സാധാരണപ്പെട്ട വേറൊരാൾ, ഇപ്പം ആ ഗാലറി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വീണെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു ന്യൂസായിട്ട് മാത്രമേ പോകത്തുള്ളായിരുന്നു. പക്ഷെ ഒരു MLA ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വാർത്തയായതും ഇതിന്റെ പിന്നിൽ ന്യൂസ് ചാനലുകളാണെങ്കിലും ആൾക്കാരാണെങ്കിലും ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ഇതെന്താണ് ഈ പരിപാടി, ആരാണ് ഓർഗനൈസ് ചെയ്തത്, ഇത് ഈ തട്ടിക്കൂട്ട് പരിപാടിയാണോ എന്നൊക്കെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ MLAക്ക് ഇങ്ങനൊരു അപകടം വന്നത് കൊണ്ടാണ്. എന്തായാലും ഇത് വലിയൊരു വെട്ടിപ്പായിരുന്നു, വലിയൊരു തട്ടിപ്പായിരുന്നു. ഇതിന് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യ ഉണ്ണി ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് പറഞ്ഞു. ദിവ്യ ഉണ്ണി ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ദിവ്യ ഉണ്ണി സംബന്ധിച്ചിടത്തോളം ദിവ്യ ഉണ്ണി ഇതിന്റെ അംബാസഡർ ആണെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അംബാസഡർ ആണെങ്കിൽ ദിവ്യ ഉണ്ണി കൂടെ നിന്ന് പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ദിവ്യ ഉണ്ണിക്ക് അതിൻ്റെതായ ക്യാഷ് കൊടുക്കും, അവർ കൊടുക്കും. പക്ഷെ ഈ വന്ന പിള്ളേർക്ക് നല്ല ക്യാഷ് വാങ്ങിച്ച ആ ക്യാഷ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അത് 350 രൂപയുടെ സാരി 1900 രൂപയ്ക്കും 1500 രൂപ കൊടുത്തിട്ട്. അതല്ല, ഇതിപ്പോ ഇങ്ങനെ അപകടം ഉണ്ടായില്ല എന്നിരിക്കട്ടെ, അപകടം ഉണ്ടായിരുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ദിവ്യ ഉണ്ണിയെ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് നടക്കത്തുള്ളായിരുന്നു എല്ലാവരും. പിന്നെ അവാർഡ് കൊടുക്കാൻ പല പല സംഘടനകളൊക്കെ മുന്നിൽ വന്ന് കേരളത്തില് അവാർഡ് കൊണ്ട് ദിവ്യാണിയുടെ പേര് കൊണ്ട് ബഹളമായാലും ദിവ്യാണി ഇന്നും അമേരിക്കയിൽ പോകത്തില്ല, 1 മാസം കഴിഞ്ഞാൽ അമേരിക്കയിൽ പോകത്തുള്ളായിരുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എല്ലാം വെളിയിൽ വരട്ടെ. അതുപോലെ തന്നെ ഉമാ തോമസ് MLAക്ക് എത്രയും ഭേദമായി വീട്ടിലേക്ക് പോകാൻ കഴിയട്ടെ, ആരോഗ്യവതിയായിട്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.